ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന പരാതി. മുറിവിനൊപ്പം കയ്യറ കൂടി തുന്നിക്കെട്ടിയാണ് രോഗിയെ പുറത്തേക്ക് വിട്ടത്. അസഹ്യമായ വേദനയെ തുടർന്ന് ബാൻഡേജ് അഴിച്ചപ്പോൾ കയ്യുറ കണ്ടെത്തുകയായിരുന്നു. നെടുമങ്ങാട് സ്വദേശി ഷിനുവിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. പുറത്ത് കാണാനാവുന്ന തരത്തിലാണ് കയ്യുറയുടെ ഭാഗം. ദൃശ്യം ന്യൂസ് 8-ൽ. ഒരു ആയിട്ട് പോയതാണ്, ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ പോയപ്പോഴത്തേന് ഒരാഴ്ച ആൻറ്റിബയോട്ടിക് ഗുളിക കഴിച്ചിട്ട് സർജറിക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ പിറ്റാഴ്ച പോയപ്പോഴത്തേന് അവർ കയറി കളഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നല്ല വേദനയും ഇതെല്ലാം ഉണ്ട്. അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നീരും ബ്ലഡിൻ്റെ അംശവും നീരും കൂടെ ഇങ്ങനെ വലിക്കാനും. അപ്പോൾ എനിക്ക് ഇന്നലെ വൈഫ് നിർബന്ധിച്ച് അത് വേറെ ഡ്രസ്സിങ് മാറ്റി കെട്ടിത്തരാമെന്ന് പറഞ്ഞാൽ വേറെ മരുന്നും ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇത് കെട്ടഴിച്ചപ്പോഴത്തേന് അതിൻ്റെ ഈ ഗ്ലൗസിൻ്റെ ഒരു പീസ് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന. ആശുപത്രി അറിയിച്ചില്ല. നമ്മൾ അടുത്തുള്ള ആശുപത്രി നെടുമങ്ങാട് പോയായിരുന്നു. ഇപ്പോൾ പോയപ്പോഴത്തേന് അവർ പറഞ്ഞത് നമ്മൾ അവിടെ ചെയ്തതാണ്, ഇതിപ്പോൾ അതിനുള്ള ഫെസിലിറ്റി അവിടെ ഇല്ല. ഒന്നീ രാവിലെ വന്ന് അഡ്മിറ്റ് ആവണം, അല്ലെങ്കിൽ അവിടെ തന്നെ പോകണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാത്രി തന്നെ അവിടെ പോകുന്നതാണ് സേഫ് എന്ന് പറഞ്ഞു. അന്ന് തന്നെ വിട്ടു. ആ ചെറിയ വേദന അതിൻ്റെ പിറ്റേന്ന് കൈ ഉയർത്തുമ്പോഴത്തേന് ഈ ഹോട്ടലൊക്കെ പോകുമ്പോഴത്തന്നെ ഈ കട്ടറൊക്കെ ചാടുമ്പോഴത്തേനും ഒരുമാതിരി മുളക് അരച്ച് തേച്ചുകൊണ്ട് ഒരു പുകച്ചില്ല. ഈ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വെച്ച് വൈഫ് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോഴത്തേന് അവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെ ചെറിയൊരു വെള്ള ഭാഗം പ്ലാസ്റ്റിക് പോലെ വന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തത് എന്തെങ്കിലും വേറെ മരുന്ന് എന്തെങ്കിലും വെച്ച് കെട്ടിക്കുന്നതായിരിക്കും എന്ന്. എന്നിട്ടും നിർബന്ധിച്ചാണ് ഇന്നലെ എന്നെ അടി വെച്ചിട്ടാണ് ഇന്നലെ ഇത് അഴിപ്പിച്ചത്. വേറെ ക്ലീൻ ചെയ്ത് മാറ്റി കെട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴത്തേനാണ് ഡോക്ടർ ആരെന്ന് അറിയില്ല. ഇല്ല, ഡോക്ടറൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാനത് സ്റ്റിച്ച് ഉണ്ടെന്ന് ഉറപ്പായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ ഈ ട്രിപ്പൊക്കെ ഇട്ട ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, മേഡം ഇതിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് ചോദിച്ചു, സ്റ്റിച്ചിൻ്റെ കാര്യം. അപ്പോൾ പറഞ്ഞാൽ അത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്യാനും സ്റ്റിച്ച് എടുക്കാനുമാണ് പറഞ്ഞ് അതിൽ എഴുതിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ഈ 3-ാം തീയതി ആശുപത്രിയിൽ വന്ന കാര്യങ്ങളൊന്ന് കുട്ടിയോട് പറയാമോ? അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ചികിത്സ തേടിയത്? അവിടെ എന്താണ് സംഭവിച്ചത്? ചികിത്സ രാവിലെ 8:30 ആയപ്പോഴത്തേനും നമ്മൾ അവിടെ ചെന്നു അവിടെ ഇതെല്ലാം ഫയൽ കൊടുത്തപ്പോഴത്തേനും അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന ഉടനെ ഒരു ട്രിപ്പിട്ട് ഒരു മണിക്കൂർ കഴിയും, 1-1.5 മണിക്കൂറിനകത്ത് ചെന്നപ്പോഴത്തേന് നേരെ അങ്ങ് സർജറി വാർഡിൽ കയറി. അവർ 10-15 പേരുണ്ടായിരുന്നു. 4-മോ 5-മോ അങ്ങാണ്ടാണ് സർജറി ആയിരുന്നു. ഡോക്ടറും വേറെ 2 ലേഡി ഡോക്ടറാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നോട്ടാണ് വേദന തുടങ്ങിയത്. വേദന വന്നതിൻ്റെ അന്ന് മുറിവിൻ്റെ ഒരു വേദനയുള്ളൂ. അതിൻ്റെ പിറ്റന്നൊക്കെയാണ് ഇതുപോലെ അവിടെ തിരിയുമ്പോഴത്തേനും ഈ നനവടിക്കുന്ന പോലെയൊക്കെ ഒരു സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നനവിൻ്റെ ഇത് വരാറില്ല. ആ ഒരു ബുദ്ധിമുട്ട്. ഇല്ലല്ല, അറിയിച്ചില്ല. ഇല്ലല്ല. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞു? അവർ ഗ്ലൗസ് ആണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഗ്ലൗസ് ആണ്, പുറത്ത് നല്ലപോലെ കാണാം. അവർ പറഞ്ഞു അത് ഇവിടെ നമ്മൾ വലിച്ച് ഇളക്കി കഴിഞ്ഞാൽ ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ റിസ്ക് ആണ്. അതുകൊണ്ട് ഒന്ന് രാവിലെ OP-യിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ തന്നെ തിരിച്ച് ജനറൽ ആശുപത്രിയിൽ തന്നെ പോകാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ദിവസം തന്നെ ഇടയിൽ കൂടി നോക്കി ഒരു പ്ലാസ്റ്റിക് പോലെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞത് മെഡിസിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, നീ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ഇന്നലെ ഡൗട്ട് കാരണം ഈ വെള്ളം പോലെ വരുന്നുണ്ടല്ലോ, എന്ത് സ്റ്റിച്ച് ചെയ്താൽ വരത്തില്ലല്ലോ, സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഊരി നോക്കിയപ്പോൾ ഇത്രത്തോളം പുറത്ത് കാണുന്നുണ്ട്. ഇത്രയും പുറത്ത് കാണുന്ന ഒരു സാധനമാണ് അവർ കെട്ടിപ്പൂട്ടി വിട്ടത്. അപ്പോൾ അത് തെറ്റല്ലേ? ഇത്രയും പുറമേ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് നോക്കിയപ്പോൾ ഗ്ലൗസ് തന്നെയാണ്. അങ്ങനെ ഇന്നലെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഡോക്ടർ പരസ്പരം നോക്കുന്നു, വേറെ ഒന്നും പറയുന്നില്ല. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് ആയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ രാവിലെ OP വരെയോ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചു. രാത്രി ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇന്ന് പോകാൻ നിന്നപ്പോഴേ രാവിലെ എൻ്റെ ഒരു അറിയുന്ന ഒരാളാണ് ന്യൂസിൽ നിങ്ങളെ അറിയിച്ചത്. അതെ, ഡോക്ടറിൻ്റെ ഓരോ സമയത്ത് ഓരോ ഡോക്ടറല്ലേ നോക്കുന്നത്. അവിടെ അഡ്മിറ്റ് ചെയ്യുക വല്ലതും ആണെങ്കിലേ നമുക്ക് ഡോക്ടറിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് അവരുടെ OP, ഇന്ന് അവരുടെ OP ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അവിടുത്തെ മെയിൻ ഡോക്ടറാണ്. ആദ്യം ഇവരെ കാണിച്ചത് ഒരു ലേഡി ഡോക്ടറാണ്, അവിടെ നല്ല സീനിയറിറ്റി ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അതേസമയം